ഹായ് ചങ്ക് ബ്രോ, വെൽക്കം ബാക്ക്. എന്റെ ക്ലാസ് റൂം ഇട്ടാ മുത്തപ്പൊളിയല്ലേ? അപ്പോടാ എന്താ സംഭവം വെച്ചല്ലേ, ഇതാണ് ഇന്നത്തെ ക്ലാസ്. ഏതാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് യൂണിറ്റ് ആണ്. എലമെന്റ് 3 ലാസ്റ്റ് യൂണിറ്റ് ആണ്. ആകെ അവിടെ പാലാച്ചല് ഇവിടെ കല്യാണം, ഇവിടെ കല്യാണം അവിടെ പാലാച്ചല് എന്ന് പറഞ്ഞ മാരത്തെ ഒരു യൂണിറ്റ് ആണ്. പിടിച്ചിരിക്കണോട്ടാ. എമർജൻസി പ്രൊസീജിയർ ആൻഡ് ഫസ്റ്റ് എയ്ഡ്. എമർജൻസി പ്രൊസീജിയർ ആൻഡ് ഫസ്റ്റ് എയ്ഡ് രണ്ടും ഒരുമിച്ചാണെങ്കിൽ നമ്മൾ സാധ്യത സ്പ്ലിറ്റ് ചെയ്യാം. ലെറ്റ് us learn first about emergency procedures. എമർജൻസി പ്രൊസീജിയർ. എമർജൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താണ് എമർജൻസി? പെട്ടെന്ന് ഒരുത്തന്നെ പറയുന്നത് നാട്ടിൽ പോകണം, എമർജൻസി ആയിട്ട് നാട്ടിൽ പോകണം എന്ന് പറയും. എമർജൻസി ആയിട്ട് നാട്ടിൽ പോകണം എന്ന് പറയുമ്പോൾ പിന്നെ ഒന്നും നോക്കൂല ബോസ്, നേരെ പൊക്കം എന്താണെന്ന് പോലും ചോദിക്കൂല. തിരിച്ചു വന്നപ്പോ എന്തായിരുന്നു എമർജൻസി ആയിട്ട് നാട്ടിൽ പോലെ ഉമ്മ പെട്ടെന്ന് ഉമ്മ പറഞ്ഞ വിൻവർത്തിന്റെ ഒരു എമർജൻസി ആയിട്ട് വരാൻ പറഞ്ഞു, അതുകൊണ്ട് പോയി. സോറി, തല്ലരുത് കൊല്ലരുത്, വളിപ്പാണെങ്കിൽ കൂടി ഉണ്ടായ സംഭവം ഉണ്ടാ. ഖത്തറിൽ നമ്മളൊരു കൂട്ടുകാരുടെ എമർജൻസി മേടിച്ച് നാട്ടിൽ പോയി. എമർജൻസി എന്ന് പറഞ്ഞാൽ അത്യാഹിത വിഭാഗം, അത്യാഹിതം, പെട്ടെന്ന്. എന്തൊക്കെയാണ് എമർജൻസി ഇൻസിഡന്റുകൾ? ഒരുപാട് എമർജൻസി ഇൻസിഡന്റുകൾ ഉണ്ട് അല്ലെ? ഏതൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് വരുന്ന എമർജൻസി ഇൻസിഡന്റ് ഒന്ന് പറഞ്ഞേ. പെട്ടെന്ന് വരെ തീയാണ്, തീയുമ്പോൾ പെട്ടെന്ന് വരെ ഫയർ ഒരു എമർജൻസിയാണ്. ബോംബ്, ബിൽഡിങ്ങിൽ ബോംബ് വെച്ചിട്ടുണ്ട്, ബോംബ് ത്രെട്ട് ഒരു എമർജൻസി അല്ലേ? ടോക്സിക് ഗ്യാസ് റിലീസ്, കെമിക്കൽസ് ലീക്ക് ആവാ, കെമിക്കൽ സ്പില്ലേജസ്. കൊറോണ പടരുന്നു, ഔട്ട്ബ്രേക്ക് ഓഫ് ഡിസീസുകൾ ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുക. മൾട്ടിപ്പിൾ കാഷ്വാലിറ്റി ആക്സിഡന്റ്, പല ടൈപ്പ് ഫയർ ഉണ്ടാവുന്നു, ഇലക്ട്രിക്കൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. മൾട്ടിപ്പിൾ കാഷ്വാലിറ്റി, നാച്ചുറൽ കലാമിറ്റീസ്, എർത്ത്ക്വേക്ക്, ഇതെല്ലാം എന്താണ് മുത്തേ? ഡിഫറെന്റ് കൈൻഡ് ഓഫ് എമർജൻസീസ് ആണ്. ഇതിന് തന്നെ മനസ്സിലാവും നമുക്ക് ഫയറിനുള്ള മെത്തേഡാണോ ബോംബ് ത്രെട്ടിന് വേണ്ട എമർജൻസി പ്രൊസീജിയർ, അതിന് വേണ്ട എമർജൻസി പ്രൊസീജിയർ ആണോ ടോക്സിക് ഗ്യാസിന് വേണ്ടത്? ഒരിക്കലും അല്ലല്ല. ഒരു നമ്മൾ പെട്ടെന്ന് യെസ് വിയർ ദ PPE എന്ന് പറയുമ്പോൾ ഹാർഡ് ഹാറ്റ് എടുത്ത് വെച്ച് കാര്യമില്ല. ടോക്സിക് ഗ്യാസിന് റെസ്പിറേറ്ററി പ്രൊട്ടക്ഷൻ തന്നെ വേണ്ടേ? സോ ടോക്സിക് ഗ്യാസ് റിലീസിനുള്ളതല്ല ഫയറിന്. അപ്പോൾ ബട്ട് ഇൻ ഷോർട്ട് we have to understand there are various emergency incidents can happen in an organization based on the territorial specifications ഒക്കെ അനുസരിച്ചിട്ട് ഇത് മാറും അല്ലേ? ഇപ്പൊ ജപ്പാനിലൊക്കെ എപ്പോഴും ഭൂകമ്പമാണ്. അപ്പൊ അവിടുത്തെ ബിൽഡിംഗ് ഒക്കെ അതിനെ ഒരു പരിധി വരെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. ഫയർ നമ്മളെ നാട്ടിലോ ഗൾഫ് കൺട്രീസിലൊക്കെ ഇഷ്ടം പോലെ ചൂട് സമയത്ത് ഫയർ ഉണ്ടാവുന്നു. ഓരോ സ്ഥലത്തും അതിനനുസരിച്ചുള്ള എമർജൻസീസ് ആണ് കൂടുതൽ ഉണ്ടാവുന്നത്. എന്തായാലും ആ കൂടുതൽ ഉണ്ടാവുന്നതിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ഡെവലപ്പ് ചെയ്യാൻ പോണ്? വി ഗോണ ഡെവലപ്പ് എമർജൻസി പ്രൊസീജിയേഴ്സ്. എന്തൊക്കെയാണ് അത്തരത്തിലുള്ള എമർജൻസി പ്രൊസീജിയേഴ്സ് എന്നാണ് നമ്മൾ നോക്കാൻ പോണത്. ഇഫ് ഇൻ കേസ് ഓഫ് എൻ എമർജൻസി, അതിന് മുൻപ് എമർജൻസി ഉണ്ടാകുമ്പോഴാണ് അല്ലെ നമുക്ക് ആകെ വയറ്റിന്ന് പോകാൻ മുട്ടുമ്പോൾ വെളുക്കിരിക്കാനുള്ള സ്ഥലം നോക്കരുന്ന് പണ്ട് കാരണവന്മാര് പറഞ്ഞു. വളരെ കറക്റ്റാ എന്ന് പറഞ്ഞ പോലെയാണ് എമർജൻസി പ്രൊസീജിയേഴ്സ്. നമ്മൾ വെൽ സെറ്റിൽഡ് എസ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കണം എമർജൻസി പ്രൊസീജിയേഴ്സ്. നമ്മൾ പറയണം നമ്മളെ കമ്പനിയുടെ സേഫ്റ്റി പക്കയാണ്, മോറൽ സ്റ്റാൻഡേർഡ് പക്കയാണ്, ലീഗൽ സ്റ്റാൻഡേർഡ് പക്കയാണ്, ഫൈനാൻഷ്യൽ സ്റ്റാൻഡേർഡ് പക്കയാണ്, പോളിസി അടിപൊളിയാണ്, ISO സർട്ടിഫൈഡ് ആണ്, അതുപോലെ തന്നെ ഓഡിറ്റേഴ്സിന്റെ എല്ലാ സാധനങ്ങളും മീറ്റ് ചെയ്തിട്ടുണ്ട്, ഭയങ്കര സേഫ്റ്റി കൾച്ചറാണ്, ഭയങ്കര ഇംപ്രൂവ് ചെയ്യാനുള്ള പണിയെടുത്തിട്ടുണ്ട്, ഭയങ്കര ഹ്യൂമൻ ഫാക്ടേഴ്സ് ഒക്കെ അടിപൊളിയാണ്, ഇത്ര റിസ്ക് അസസ്മെന്റ് ചെയ്തു, ഇത്ര SSW ചെയ്തു, ഇത്ര പെർമിറ്റ് വർക്ക് ഉണ്ട്, എവറിത്തിങ് ഇസ് ഫൈൻ. ബട്ട് സ്റ്റിൽ there is a chance of emergency. സ്റ്റിൽ അത്രയ്ക്കും അൺസർട്ടൈൻ ആണെന്ത് നമ്മളുടെ ചുറ്റും നിൽക്കുന്ന സറൗണ്ടിങ്സ്. ബിക്കോസ് ഒരു മനുഷ്യനായി പിറന്ന ഒരാൾക്കും അടുത്ത സെക്കൻഡിൽ ഇവിടെ എന്ത് സംഭവിക്കുന്നു പറയാൻ പറ്റൂല. പറ്റൂല. അത് പറ്റാത്തടത്തോളം കാലം എമർജൻസി പ്രൊസീജിയറിന് സ്കോപ്പ് ഉണ്ട്. അത് പറ്റാത്തടത്തോളം കാലം എമർജൻസി പ്രൊസീജിയറിന് സ്കോപ്പ് ഉണ്ട്. ആകെ പറയാൻ പറ്റുന്ന ഗ്യാരണ്ടി ആയിട്ട് പറയാൻ പറ്റുന്ന സാധനം, ഒരു ദിവസം ഞാൻ നിങ്ങളൊക്കെ മരിക്കൂട്ടാ എന്നുള്ളത് ഗ്യാരണ്ടി ആയിട്ട് ജനിച്ചിട്ടുണ്ടെങ്കിൽ മരിക്കൂ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. അതിനപ്പുറത്തേക്ക് അടുത്ത സെക്കൻഡിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് പറയാൻ പറ്റൂല. പാസ്റ്റ് ഒക്കെ പലരും നമ്മൾ പറഞ്ഞുതരും, പാസ്റ്റ് അതിങ്ങനെ ആയിരുന്നില്ല, അങ്ങനെ ആയിരുന്നില്ല, ഒരു 10 എണ്ണം അടിക്കും 8 എണ്ണം ശരിയാവും ഒക്കെ ഉണ്ട്. പക്ഷേ അടുത്ത സെക്കൻഡിൽ എന്ത് സംഭവിക്കുന്നു പറയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ എത്ര നല്ല കൺട്രോൾ മെഷേഴ്സ് എടുത്തിട്ടുണ്ടെങ്കിലും സ്റ്റിൽ ദർ ഈസ് ചാൻസ് ഓഫ് എമർജൻസീസ്.
അങ്ങനെയുള്ള ഫയർ ആകാം, ബോംബ് ത്രെട്ട് ആകാം, കെമിക്കൽ സ്പില്ലേജ് ആകാം, ടോക്സിക് ഗ്യാസ് റിലീസ് ആകാം, മൾട്ടിപ്പിൾ കാഷ്വാലിറ്റി ആക്സിഡൻസ് ആകാം, എന്തു തന്നെ എർത്തിക്കൊക്കെ എന്ത് തന്നെ ആയാലും എങ്ങനെ നമ്മൾ അതിനെ ഡീൽ ചെയ്യുന്നുള്ളിടത്താണ്. എമർജൻസിനെ കൃത്യമായ ഒരു സമയത്ത് നിന്ന് ഡീൽ ചെയ്തില്ലെങ്കിൽ കയ്യിൽ നിന്ന് പോകും. എമർജൻസിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്തുകൊണ്ടാണ് എമർജൻസി പ്രൊസീജിയർ ഇമ്പോർട്ടൻ്റ് ആവുന്നത്? വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്? സ്ഥിരമായ 5 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. വൈ എമർജൻസി പ്രൊസീജിയേഴ്സ് ആർ ബീയിങ് ഇമ്പോർട്ടൻറ്റ്? എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആകുന്നു? ഒന്നാമത്തെ കാര്യം ഇമ്പോർട്ടൻ്റ് ആകുന്നത് ടു റെഡ്യൂസ് ദ ഇമ്പാക്റ്റ് റെഡ്യൂസ് ചെയ്യാനാണ്. പല ടൈപ്പ് ഇമ്പാക്റ്റ് ഉണ്ട്. എന്തൊക്കെ ഇമ്പാക്റ്റ് ഉണ്ട്? ടു റെഡ്യൂസ് ദ ഇമ്പാക്റ്റ് ടു പീപ്പിൾ ആൻഡ് എക്യുപ്മെന്റിനും പീപ്പിളിനും ഒക്കെ ഉള്ള ഇമ്പാക്റ്റ് കുറക്കാൻ വേണ്ടിയിട്ടാണ്. മാത്രമല്ല വളരെ ക്വിക്ക് ആക്ഷന് വേണ്ടിയിട്ടാണ്. നമുക്ക് വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? റെസ്പോൺസീവ് ആക്ഷൻ എടുക്കാൻ പറ്റും. നല്ല എമർജൻസി പ്രൊസീജിയർ ഉണ്ടെങ്കിൽ വളരെ ക്വിക്കായിട്ട് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും. ബാക്ക് ടു നോർമൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ജപ്പാനൊക്കെ സുനാമി നക്കി തുടച്ചു കൊണ്ടുപോയിട്ടും എത്ര ഫാസ്റ്റിലാണ് ആ രാജ്യം ബാക്ക് ടു നോർമൽ അവസ്ഥ സ്വീകരിച്ചത്. അത്ര ഫാസ്റ്റായ ഒരു എമർജൻസി സംവിധാനം അവരിൽ ഉണ്ട് എന്നുള്ളതാണ്. ബാക്ക് ടു നോർമൽ മാത്രമല്ല എമർജൻസി പ്രൊസീജിയർ ഉണ്ടാകുക എന്നുള്ളത് ഉറപ്പായിട്ടും ഏതൊരു കമ്പനിക്കും വേണ്ട ഒരു ലീഗൽ റിക്വയർമെന്റും കൂടെയാണ്. ഇത് ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കൂട്ടെ. ഈ 5 പോയിന്റ് നിങ്ങൾ എഴുതി വെച്ചോ. ഇതുപോലെ തന്നെ എഴുതിയാൽ മാർക്ക് കിട്ടും. കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. 5 മാർക്കിന് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് ഇമ്പാക്റ്റ് കുറക്കാനും പീപ്പിളിനും എക്യുപ്മെന്റും ഡെത്തും ലോസും ഇഞ്ചുറീസും ഒക്കെ കുറക്കാൻ എമർജൻസി സാധ്യമാക്കും. കാരണം എന്താണെന്ന് അറിയോടാ? കാരണം ഫയറൊക്കെ ഉണ്ടായാലേ ഫയറൊക്കെ സ്പ്രെഡ് ചെയ്യാൻ പറഞ്ഞ ടൈമില്ലേ, 1 മണിക്കൂറൊന്നും വേണ്ട. 1 മണിക്കൂറൊന്നും വേണ്ട. അവിടെ പ്ലാസ്റ്റിക് കത്തി ബ്രഹ്മോളത്തെ ആകെ ബഹളമയായി. നമുക്ക് കെടുത്താൻ പോലും പറ്റില്ല. അടിക്കും തോറും ഇത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഫയറൊക്കെ ഒരു മിനിറ്റിനുള്ളിൽ അടിച്ചു കയറി കത്തിപ്പോവും. ഒരു കടലാസ് കത്തുപിടിക്കാനുണ്ടല്ലേ, നമ്മൾ അതുമാതിരി കത്തും. അപ്പൊ ആ സമയത്തുള്ള ഓരോ സെക്കൻഡിലുള്ള ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഇടപെടലും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ആ സമയത്ത് ഞാൻ കുളിച്ചിട്ട് വരാട്ടാ എന്നൊക്കെ പറഞ്ഞ് മുടിയിട്ട് വരാനൊന്നും ഇല്ല അല്ലെ. ചില ആൾക്കാരുടെ പെട്ടെന്ന് വീട്ടിൽ എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസൊക്കെ വന്നു കഴിഞ്ഞാൽ നേരെ കാണാം ടോയ്ലറ്റിൽ പോയി ഫ്രഷ് ആയി വരുന്നത്. എന്റെ പൊന്നു ചങ്ങ ഏത് ഡ്രസ്സാണിട്ട് അതിട്ട് ഓടാന്നുള്ളതാണ്. അല്ലാണ്ട് വേറെ അവിടെ ഒരു ചീർപ്പെടുത്ത് തീരുക, വേറെ കണ്ണാടി നോക്കുക, ഇങ്ങനത്തെ ടീമുകളുണ്ട് ഭയ. അപ്പൊ അങ്ങനെ ചെയ്യരുത്. ഓക്കെ, അപ്പൊ എമർജൻസി പ്രൊസീജിയേഴ്സ് എന്തെല്ലാമാണ്? ഒരു ഓർഗനൈസേഷന്റെ ഇന്റേണൽ എമർജൻസി അറേഞ്ച്മെന്റുകൾ എന്തൊക്കെയാണ്? ആദ്യം തന്നെ നമ്മൾ നോക്കേണ്ടത് വി ഷുഡ് ഐഡന്റിഫൈ ദ ഫോർസിയബിൾ എമർജൻസീസ്. ഫോർസിയബിൾ എമർജൻസികൾ ഏതൊക്കെയാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യണം. ദർ ആർ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് എമർജൻസീസ്. ഞാൻ നേരത്തെ പറഞ്ഞു ഫയർ, ബോംബ് ത്രെട്ട്, ടോക്സിക് ഗ്യാസ്, കാഷ്വാലിറ്റീസ്, മൾട്ടിപ്പിൾ കാഷ്വാലിറ്റീസ്, റിലീസ് ഓഫ് ടോക്സിക് ഗ്യാസ്, കെമിക്കൽ സ്പില്ലേജ്. ഇതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എമർജൻസീസ് ആണ്. ഇതിനെ ഫോർസി ചെയ്യണം, മുൻകൂട്ടി കാണണം. നമ്മളടുത്തേക്ക് ആസ് എൻ ഓർഗനൈസേഷൻ വി ആർ മോർ പ്രോൺ ടുവേർഡ്സ് ടു വാട്ട്? എന്തിനോടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വൾണറബിൾ ആയി നിൽക്കുന്നത് എന്ന് അറിയണം. അങ്ങനെയാണെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രൊവിഷൻ ഓഫ് അലാംസ്. അലാംസ് റിംഗ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കണം. ഫയർ ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഫയർ മാനുവൽ കോൾ പോയിന്റ്സ് വെച്ചിട്ട് ഫയർ കാണുവാൻ അടിച്ച് പൊട്ടിക്കും. അല്ലെങ്കിൽ ഫയർ ഓട്ടോമാറ്റിക്കലി സ്മോക്ക് ഡിറ്റക്ടേഴ്സ്, ഹീറ്റ് ഡിറ്റക്ടേഴ്സും വെച്ചിട്ട് അടിക്കും, സെൻട്രലി അടിക്കും. ഫയർ ആണെങ്കിൽ സെക്യൂരിറ്റി കേസുമായി ബന്ധപ്പെട്ടാണ് സെൻട്രലി എന്ത് ചെയ്യും? അലാം സെക്യൂരിറ്റി ത്രെട്ടിന് കാണിക്കും. അങ്ങനെ ഓരോ എമർജൻസിക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊവിഷൻ ഓഫ് അലാംസ് മുൻകൂട്ടി വെക്കണമെന്ന്. അത് സംഭവിക്കുമ്പോൾ നമുക്ക് അങ്ങനെ അലാം ഉണ്ടാവില്ല. അപ്പൊ മുൻകൂട്ടി എന്ത് ചെയ്യുന്നു? നമ്മളത് വെക്കുന്നു, പ്രൊവിഷൻ ഓഫ് അലാംസ്. ദെൻ അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് പ്രൊസീജിയേഴ്സ് ടു ഫോളോ. ഫോളോ ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ് സെറ്റ് ആയിരിക്കണം. എന്താണ് ഫോളോ ചെയ്യേണ്ട പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ, ഇഫ് ഇൻ കേസ് ഓഫ് ഫയർ, നമ്മൾ ഏറ്റവും കൂടുതൽ ഡീൽ ചെയ്യുന്ന ഫയർ ആണല്ലോ. ഫയറിൽ എടുക്കേണ്ട പ്രൊസീജിയർ എന്താണ്? ഫയർ വരും, ഇരിക്കും കേട്ടോ, ഞാൻ കുറച്ചൊരു വർക്ക് കൂടെ ഫിനിഷ് ചെയ്യാണ്ട് കേട്ടോ, എന്നിട്ട് വരാട്ടോ എന്ന് പറയലല്ലോ. ഇമ്മീഡിയറ്റ്ലി വർക്കിൽ മാനേജറോട് പോലും ചോദിക്കാണ്ട് ഇറങ്ങി പോവാ ബൈ. നേരെ കിട്ടിയ ജീവനും കൊണ്ട് ഓടി നേരെ ഫയർ എക്സിറ്റ് വഴി പോണോട്ടാ. ലിഫ്റ്റ് ഒക്കെ നിൽക്കുക, എവിടെ എന്ത് ചെയ്യണം? അല്ല ഞാൻ ലിഫ്റ്റ് വരാൻ കാത്തുക്കുക എന്ന് പറഞ്ഞിട്ട് നിൽക്കരുത്. അതോടുകൂടി ആളെ പരിപാടി തീരും. പിന്നെ നേരെ എന്ത് ചെയ്യുന്നു? ഫയർ എക്സിറ്റിലൂടെ എന്ത് ചെയ്യുന്നു? ഇറങ്ങിപ്പോകുന്നു. കൂടെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സഹായിക്കാട്ടോ. ആക്കത്തിനെ തട്ടി മാറ്റിയിട്ട് രക്ഷപ്പെടലല്ലേ പറയണത്. നേരെ ചെല്ലുന്നു, നല്ല കുട്ടിയായിട്ട് അസംബ്ലി പോയിന്റിൽ ചെന്ന് നിൽക്കുന്നു. അവിടെ ഫയർ വാർഡൻ വന്ന് റോൾ കോൾ ചെയ്യും. നമ്മളെ പേര് നമ്മൾ ഉണ്ടോ എന്ന് നോക്കും. അങ്ങനെ ഫയർ വാർഡൻ നേരെ വീണ്ടും വന്നിട്ട് ഇവിടെ വന്നിട്ട്
ആരെങ്കിലും പെട്ട് കിടക്കണ്ടോ നോക്കും. ഇതൊക്കെ നോക്കി എക്സ്കവേഷൻ എന്താ പറയാ അതിനെ കംപ്ലീറ്റ്ലി എന്താ പറയാ രക്ഷപ്പെടുത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അടുത്തടുത്ത പരിപാടികളിലേക്ക് മൂവ് ചെയ്യണം. അസംബ്ലി പോയിന്റിൽ നിന്ന് അവരെ കൊണ്ടുപോകുന്നു, അങ്ങനെ രക്ഷപ്പെടുന്നു, ഫയറിനെ അണക്കുന്നു, എക്സ്റ്റിങ്ക്വിഷ് ചെയ്യുന്നു. ഇതൊക്കെ ഒരു പ്രൊസീജിയേഴ്സ് ആണ്, പ്രൊസീജിയേഴ്സ് ടു ഫോളോ. കൃത്യമായി നമ്പർ ഇട്ട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. പ്രൊസീജിയേഴ്സ് ടു ഫോളോ കഴിഞ്ഞാൽ പ്രൊവിഷൻ ഓഫ് സ്യൂട്ടബിൾ എക്യുപ്മെന്റ്. എക്യുപ്മെന്റ് ഇല്ലാണ്ട് നടക്കുമോ? എപ്പോഴും നമുക്ക് ഫയർ എഞ്ചിനെ അപ്പം തന്നെ വിളിച്ചാൽ കിട്ടോ? ഫയർ എഞ്ചിൻ വരട്ടെ. അപ്പം അതുകൊണ്ട് ഇവിടെ നമുക്ക് ഫയർ എക്സ്റ്റിങ്ക്വിഷറും ആവശ്യമില്ല, ഫയർ ഓസറിയിലും ഫയർ ബ്ലാങ്കറ്റും ഒന്നും വേണ്ട, വെള്ളവും നിറച്ച് വെക്കണ്ട. ഓസറിയിൽ നോക്കുമ്പോൾ വെള്ളമില്ല, നിറച്ചും മണ്ണാണ് വരുന്നത്. എന്താ അവിടെ കുറേ നാൾ ഉപയോഗിച്ചിട്ട് അല്ല, ആ സാധനം റെഡി ടു യൂസ് ആയിരിക്കണം. പ്രൊവിഷൻ ഓഫ് സ്യൂട്ടബിൾ എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സ്, അതായത് പല ടൈപ്പ് ഉണ്ടല്ലോ, വാട്ടറിനുണ്ട്, കാർബൺ ഡയോക്സൈഡിന്റെ ഉണ്ട്, പിന്നെ ഫോമിന്റെ ഇതിന്റെ ഉണ്ട്, പൗഡറിന്റെ ഉണ്ട്, ഫോമിന്റെ ഉണ്ട്, ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അതനുസരിച്ചിട്ടുള്ള സാധനം കൃത്യമായിട്ട് യൂസ് ചെയ്യണം. പ്രൊവിഷൻ ഓഫ് സ്യൂട്ടബിൾ എക്യുപ്മെന്റ്. പെട്ടെന്ന് ടോക്സിക് ഗ്യാസ് ആണെങ്കിലോ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതല്ലല്ലോ, ഒരു റെസ്പിറേറ്ററി പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ആണ്. ഓരോന്നിനും ഡിഫറെന്റ് ആണ് അല്ലെ. പ്രൊവിഷൻ ഓഫ് സ്യൂട്ടബിൾ എക്യുപ്മെന്റ്. ദെൻ അടുത്തത് നോമിനേഷൻ ഓഫ് റെസ്പോൺസിബിൾ സ്റ്റാഫ്. നോമിനേഷൻ ഓഫ് റെസ്പോൺസിബിൾ സ്റ്റാഫ്. ഇതെന്താ സംഭവം എന്ന് അറിയോടാ? ഇത് റെസ്പോൺസിബിൾ ആയ ഒരു സ്റ്റാഫിനെ നോമിനേറ്റ് ചെയ്യേണ്ടതുണ്ട്. എന്തിന്? ഇൻ കേസ് ഓഫ് ഡീലിംഗ് എമർജൻസീസ്. അയാളുടെ പരിപാടി എമർജൻസി കേസുകൾ ഡീൽ ചെയ്യലാണ്. ഉദാഹരണത്തിന് ഫയറിന്റെ പോയിന്റിന്റെ അവിടെ എന്തെങ്കിലും ബാരിയേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ മുൻകൂട്ടി തന്നെ മാറ്റി വെക്കണം, അവിടെ തടസ്സങ്ങൾ ഉണ്ടാവരുത്. അങ്ങനെ അയാൾ ഇഫ് ഇൻ കേസ് ഓഫ് ഫയർ അയാൾ ആക്ട് ഓൺ ചെയ്യണം. ഞാൻ എപ്പോഴും പറയാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് വളരെ എളുപ്പം കിട്ടാവുന്ന ഒരു ജോലിയും വളരെ ഒരു റിസ്ക്കും ഇല്ലാത്തൊരു പണിയാണ് എന്ത്? ഫയർ മാർഷലിന്റെ പണി. നിങ്ങൾക്ക് അത്ഭുതപ്പെടണം, ആണോ? അതേടാ സത്യമായിട്ടും. കാരണം എന്താണെന്നറിയോ? ഒരു കമ്പനിയിൽ ഫയർ എല്ലാ ദിവസവും ഉണ്ടാവില്ലടാ. ചിലപ്പോൾ 10 കൊല്ലം 15 കൊല്ലത്തിന്റെ ഇടയിലൊക്കെ ആയിരിക്കും ആകപ്പാട് ഒരു ഫയർ വരുന്നത്. ഫയർ ഉണ്ടായ സെക്കൻഡ് 15 കൊല്ലം 12 കൊല്ലം കമ്പനി വർക്ക് ചെയ്ത് ഗംഭീര ഒരു ഫയർ വന്നു. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? ഓടണം, ഫസ്റ്റ് ഓടി രക്ഷപ്പെടണം. ഓക്കെ, കമ്പനി കത്തിച്ചാമ്പലാവും. എന്നിട്ട് എന്ത് ചെയ്യുക? ആ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൊണ്ട് അടുത്ത കമ്പനി പോവുക, എന്നിട്ട് നല്ല ജോലി മേടിക്കുക. അങ്ങനെ ആരെങ്കിലും ചെയ്ത അടിച്ച് ചള്ള കറ്റി പൊളിക്കൂട്ടാ ഞാൻ. നേരെ മറിച്ച് ഫയർ മാർഷലിന്റെ ശരിക്കുള്ള ജോലി എന്താണെന്ന് അറിയോ? ഫയർ മാർഷലിന്റെ ശരിക്കുള്ള ജോലി അവിടെയുള്ള ഒബ്സ്ട്രക്ഷൻസ് ഒക്കെ മാറ്റി, ഇഫ് ഇൻ കേസ് ഓഫ് ഫയർ അയാൾ വീണ്ടും വരുന്നു, ഫയറിൻ്റെ ഉള്ളിലൂടെ പാവം ഓടിക്കതച്ചു വന്ന് ആരെങ്കിലും വെന്തെരിയുന്നുണ്ടോ എന്ന് നോക്കി അവരെയും വലിച്ച് പുറത്തേക്കിട്ട് അങ്ങനെ രക്ഷപ്പെടുത്തേണ്ട ഒരു ജോലിയാണ്. ഇവിടെ നിന്ന് പറന്നുയർന്ന ഒരു വിമാനം കൊച്ചി പിന്നെ ദുബായ് എയർപോർട്ടിൽ, എമിറേറ്റ്സ് ദുബായ് എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുന്നു. മലയാളികളാണ്, മുച്ചൂടും മലയാളികൾ മാത്രമുള്ള എമിറേറ്റ്സിന്റെ വിമാനം പിന്നെ ദുബായ് എയർപോർട്ടിൽ വന്ന് ലാൻഡ് ചെയ്തു. ലാൻഡ് ചെയ്ത പാടെ എഞ്ചിനിൽ നിന്ന് തീ വരാൻ തുടങ്ങി, കോക്പിറ്റിൽ നിന്ന് നിർദ്ദേശം കിട്ടി, എല്ലാവരും ഇമ്മീഡിയറ്റ് വെക്കേറ്റ് ചെയ്യണം. എത്രയും പെട്ടെന്ന് ഇതിനകത്ത് നിന്ന് എന്ത് ചെയ്യണം? എല്ലാവരെയും പിടിച്ചിട്ട് എന്ത് ചെയ്യണം? ഒഴിവാക്കാൻ നേരത്ത് എയർ ഹോസ്റ്റസും എല്ലാ സ്റ്റാഫും കഷ്ടപ്പെട്ടിട്ട്, മലയാളികൾ നമ്മളാണല്ലോ, ഒക്കത്തിന് ഒഴിവാക്കാൻ നോക്കുമ്പോൾ ഓരോരുത്തർ ഡക്റ്റ് പൊക്കിയും കാണിട്ടേ ഞാൻ മേടിച്ച മാഞ്ഞാലി അലുവ കോഴിക്കോടന് ഉപ്പേരിയൊക്കെ നിൽക്കുക ഒരു സെക്കൻഡ് അതെടുക്കട്ടെ ഇതെടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒക്കെ പാടുക. അങ്ങനെ ഒക്കത്തിനെ പുറത്താക്കി, ഒരു നിലക്ക് പുറത്താക്കി. 2-3 മിനിറ്റിനുള്ളിൽ എല്ലാത്തിനെയും എക്സ്കവേറ്റ് ചെയ്ത് പുറത്താക്കി എല്ലാവരും രക്ഷപ്പെട്ട്. ലാസ്റ്റ് എന്താ സംഭവം എന്നറിയോ? ലാസ്റ്റ് ആ ഫയർ വാർഡൻ അയാൾ ആത്മാർത്ഥത കൊണ്ട് ആ കത്തിച്ചാമ്പലാകുന്ന ഉറപ്പായിട്ടും ആ വിമാനത്തിൻ്റെ ഉള്ളിലേക്ക് അയാൾ നടന്ന് കയറി ആരുമില്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷം ഒരൊറ്റ പൊട്ടിത്തെറിക്കലാണ്. അങ്ങനെ അയാൾ മാത്രം അതിദാരുണമായി കൊല്ലപ്പെട്ടു. എന്തുകൊണ്ട് കൊല്ലപ്പെട്ട്? എൻ്റെ അലുവ, എൻ്റെ കായ വറുത്തത്, എൻ്റെ ബീഫ് വരട്ടിയത്, എൻ്റെ പത്തിരി ഇതെടുക്കാൻ നമ്മൾ നിന്ന്. ആണ് സംഭവം. ഇമ്മീഡിയറ്റ്ലി ആക്ട് ഓൺ ചെയ്യണം. എന്നിട്ട് ആകെപ്പാടെ നമ്മൾ ഇവിടെ നാട്ടിൽ പോണ പെട്ടിയുടെ ഉള്ളിൽ എന്തുണ്ടാവും ചങ്ങായി? കുറെ കള്ളിത്തുണി ഉണ്ടാവും, കുറെ എന്താ പറയാ കായുപ്പേരി ഉണ്ടാവും, കുറെ പിന്നെ മറ്റുള്ള സാധനങ്ങൾ ഉണ്ടാവും, ലഡു ജിലേബി ഒക്കെ ഉണ്ടാവും. എന്നിട്ട് ഓരോ ഓരോ പെട്ടിക്കും ഉണ്ടല്ല എത്രയാണ്? $1000 അറ്റ വെച്ച് കൊടുക്കുകയും ചെയ്ത്. $1500 അങ്ങാട് വലിയൊരു എമൗണ്ട് ഈ ഒരു സാധനത്തിൻ്റെ മൊത്തം പെട്ടിയുടെ കാശ് നോക്കിയാൽ $2500 ഉണ്ടാവുള്ളൂ. അങ്ങനെ അതും കോളടിച്ച്. മാത്രമല്ല എല്ലാ ഡോക്യുമെന്റും രേഖകളൊക്കെ 1 മാസത്തിനുള്ളിൽ ശരിയാക്കിയും കൊടുത്തു. ഇത് എമിറേറ്റ്സിനെ പറ്റുള്ളൂ കേട്ടാ.
അത്രയ്ക്ക് ഫാസ്റ്റ്, അത്രയും മോക്ക് ഡ്രിൽസ് ചെയ്യുന്നതുകൊണ്ടാണ് അവർക്ക് അത്ര ഫാസ്റ്റിൽ അതിനെ റിമൂവ് ചെയ്യാൻ പറ്റി. ഞാൻ പറഞ്ഞത് നോമിനേഷൻ ഓഫ് റെസ്പോൺസിബിൾ സ്റ്റാഫിനെ പറ്റിയിട്ടാണ്. റെസ്പോൺസിബിൾ സ്റ്റാഫ് ഉണ്ട്, റൈറ്റ്? നോമിനേഷൻ ഓഫ് റെസ്പോൺസിബിൾ സ്റ്റാഫ്. നെക്സ്റ്റ് ഈസ് ഡീലിംഗ് വിത്ത് മീഡിയ. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ കമ്പനിയിൽ ഒരു തീ പടർന്നു, കമ്പനിയിൽ ഒരു കലാമിറ്റി വന്നു, ഒരു പ്രശ്നം വന്നു എങ്കിൽ മീഡിയ ഫസ്റ്റ് വരും. ഇപ്പൊ മീഡിയ ആണല്ലോ, ഫുൾ മീഡിയയുടെ കാലമാണ്. വാട്സപ്പ്, സോഷ്യൽ മീഡിയ സജീവം, ഫേസ്ബുക്ക്, ഇൻസ്റ്റൊക്കെ സജീവം, പോരാത്തതിന് ചാനൽസ്. ആ സമയത്ത് ആ മീഡിയയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഴയ നെബോഷിന്റെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പോയിന്റ് ഇല്ല കേട്ടാ, ഡീലിംഗ് വിത്ത് മീഡിയ. അപ്പൊ മീഡിയയുടെ ശല്യം സഹിക്കാണ്ടായപ്പോഴാണ് ഇവർ ഡീലിംഗ് വിത്ത് മീഡിയ ഇറക്കിയത്. മീഡിയയുമായിട്ട് സംസാരിക്കുന്ന ആൾ എങ്ങനെയായിരിക്കണം? മീഡിയയുമായി സംസാരിക്കുന്ന ആൾ നല്ല ഇമോഷണൽ ഇന്റലിജൻസ് ഉള്ള ഒരാളായിരിക്കണം. അല്ലെങ്കിൽ എന്താ സംഭവിക്കാന്നറിയോ? മീഡിയക്കാരിങ്ങനെ നമ്മളെ വട്ടം പിടിച്ച് ചോദിച്ചു, അപ്പൊ നിങ്ങൾ തീയിട്ടതാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? അങ്ങനെ പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റൂല എന്നാണ് നമ്മളുടെ ഒരു പ്രതിനിധിയായിട്ട് മീഡിയയിൽ പോയിരിക്കണ ഒരുത്തൻ ചെന്ന പരിപാടി അവിടെ തീർന്നു. അപ്പൊ വളരെ ഇമോഷണൽ കോഷ്യന്റ് ഉള്ള ഒരുത്തൻ രണ്ടുപേരെ മീഡിയക്ക് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും സെറ്റാക്കി വെക്കണം. അല്ലെങ്കിൽ പണ്ട് നമ്മളൊരു സുഹൃത്ത് ടൂർണമെന്റിന് ഞങ്ങൾ ടൂർണമെന്റ് നടത്തി. ഫൈനൽ ടൂർണമെന്റിന് അമ്പയർ നിന്ന മാരിയാവും. അമ്പയർ നിൽക്കാന്ന് പറഞ്ഞാൽ ഫൈനലിൽ എത്തിയ 2 ടീം, അതിലൊരു ടീമിൽ പിന്നെ വിയ്യൂർ സെൻട്രൽ ജയിലിൽ കിടക്കണ ഒരുത്തനാണ് അതിന്റെ പിന്നെ മെയിൻ ബാറ്റ്സ്മാൻ. അവൻ ഇതിനിറങ്ങിയിട്ടുള്ളതാണ്, മറ്റേ ജാമ്യത്തിന് ഇറങ്ങിയിട്ട് കളിക്കാൻ വന്നതാണ്. മറ്റേ ടീം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് കേടികളാണ്, വെറും അലമ്പാണ്. പക്ഷെ രണ്ടും ഭയങ്കര കളിയാണ്. ലാസ്റ്റ് ഉണ്ടല്ലോടാ, ലാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് ഓവർ ലാസ്റ്റ് ബോളിൽ 3 റൺസെറ്റ് വേണം. എന്തെന്ന് വെച്ചാൽ KD ടീമാണ് ബാറ്റ് ചെയ്യണത്, അല്ല മറ്റവരാണ് ബാറ്റ് ചെയ്യണത്, KD ടീം ഫീൽഡ് ചെയ്യണത്. അങ്ങനെ അവൻ കയറി ഒരു അടി അങ്ങോട്ട് അടിച്ചു, നേരെ ബൗണ്ടറി ആയെന്ന് വിചാരിച്ച് ഇവർ ഫുൾ ആഘോഷം തുടങ്ങി. KD ടീം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബൗണ്ടറി ആയില്ല എന്ന് പറഞ്ഞ ബോൾ എടുത്തിട്ട് കീപ്പർ എൻഡിലേക്ക് എറിഞ്ഞു. ഡബിൾ ഓടിയുള്ളൂ, അപ്പോഴേക്കും ബൗണ്ടറി ആയി എന്നുള്ള വിവരം കിട്ടിയിട്ട് ട്രിപ്പിൾ ഓടിയില്ല എന്നുള്ള സെക്കൻഡിൽ ഇവർ സ്റ്റംപ് ചെയ്തു. നേരെ ലെഗ് അമ്പയർ, ഞാൻ മെയിൻ അമ്പയർ വേണ്ടാ, ലെഗ് അമ്പയറോട് നേരെ ഇതൊന്നും കാണാണ്ട് പോവാണ്, കളിയും കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് സാർ ഹൗസ് ആറ്റ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ എന്താ ഹൗസ് ആറ്റ്? അപ്പൊ ഔട്ടല്ലേ ഇത് പറഞ്ഞ കയറി ഔട്ടല്ലേ? അപ്പൊ അവൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഔട്ടായിരിക്കും. അപ്പൊ മറ്റവരെല്ലാരും കൂടെ ഓടി വന്നു, ഞങ്ങൾ 4 ആയി. അപ്പൊ അത് 4 അല്ല, അത് 4 ആയിരിക്കും. പരിപാടി തീർന്ന് കപ്പും വലിച്ചെറിഞ്ഞ് ആകെ എടങ്ങറായി തവിട്ട് പൊടിയായി. ഇടി കിട്ടാണ്ട് ഇഞ്ചിന് ഞാൻ ഓടി രക്ഷപ്പെട്ടാണ്. അതുകൊണ്ടാണ് ഇന്ന് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത് ഇവിടെ. അപ്പോൾ ഡീലിംഗ് വിത്ത് മീഡിയ, നമ്മുടെ ഇമോഷണൽ ഇന്റലിജൻസ് വലിയൊരു മാറ്ററാണ് ഇതിൽ, ഡീലിംഗ് വിത്ത് മീഡിയ. ഓക്കെ, ദെൻ അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? മോക്ക് ഡ്രിൽസ് ആൻഡ് എക്സസൈസസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തിൽ? നമ്മുടെ എമർജൻസി പ്രൊസീജിയറിലെ ഡ്രിൽസ് കണ്ടക്ട്. എന്താണ് ഡ്രിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇറ്റ് ഈസ് ആൻ ഇമാജിനറി റിഹേഴ്സൽ ആണ്. ഒരു സംഗതി സംഭവിക്കും, ഫോർസി ചെയ്തുകൊണ്ട് അതിനെ റിഹേഴ്സ് ചെയ്യുന്ന പരിപാടി. അതിനെ റിഹേഴ്സ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫയർ ഡ്രിൽ എന്ന് പറഞ്ഞാൽ ഫയർ ഉണ്ട് എന്ന് കാണിച്ചിട്ട് അതിൻ്റെ എല്ലാ സംഗതികളും ഫങ്ഷൻ ആക്കിയിട്ട് എന്ത് ചെയ്യും? ആളുകൾ ഇത് ചെയ്യും. അപ്പം എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ബിഹേവിയർ ഇൻ എ റിയൽ സെനാരിയോ അവർ ബിഹേവിയർ വിൽ ബി ഓട്ടോമാറ്റിക്. നമ്മൾ ശരിക്കും എന്താ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് ഒരു ഫയർ വരികയാണെങ്കിൽ നമ്മൾ റിയാക്ട് ചെയ്യാൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഡ്രിൽസ് ആൻഡ് എക്സസൈസസ് കണ്ടക്ട് ചെയ്യണത്. നോർമലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിൽ എത്ര പേര് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ അവർ പറയണ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് കേൾക്കും? ഞാൻ നോക്കുമ്പോൾ ഒരാളും കേൾക്കാറില്ല. അവർ നിന്നിട്ട് ഫീ ഹീ എന്നൊക്കെ കാണിക്കാനാണ് ആ പെണ്ണ്. പക്ഷേ നമ്മൾ കേൾക്കാറില്ല. കാരണം നമ്മൾ ബാധിക്കുന്ന സംഭവമല്ല എന്നുള്ള രഹസ്യം. സത്യത്തിൽ അത് ഉള്ളിലേക്ക് എടുക്കാണ്ടിരിക്കാനാണ് നല്ലത്. എങ്കിലും നമ്മളൊരു സാധനത്തിനെ ശ്രദ്ധിക്കുമ്പോൾ അതനുസരിച്ചുള്ള ബിഹേവിയർ നമ്മളിൽ ഓട്ടോമാറ്റിക് സ്പോണ്ടേനിയസ് ആയിട്ട് വർക്ക് ചെയ്യാൻ സാധ്യത ഉണ്ടെന്ന് പുതിയ എല്ലാ സൈക്കോളജിക്കൽ സ്റ്റഡീസും കാണിച്ചിട്ടുണ്ട്. ഓക്കെ, എല്ലാ ദിവസവും നിങ്ങൾ കുത്തിരുന്നുണ്ടെങ്കിൽ ഭയങ്കര പേടിയെന്ന് പറഞ്ഞു നോക്കിയാൽ പേടിച്ച് നിങ്ങളെ പരിപാടി തീരും. നേരെ ഓപ്പോസിറ്റും എല്ലാ ദിവസവും പേട്ടാക്കും, നമ്മൾ അടിച്ച് പൊളിക്കും, വെട്ടിയിടും. ഞാൻ ബോയ്സ് എക്സാം ഒന്നല്ല എടുത്താൽ എങ്ങനെ വെറും പൂച്ച കാട്ടുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു നോക്കിയാൽ നമ്മുടെ ഉള്ളിൽ ആ ഫയറാണ് കയറുക. റൈറ്റ്, സോ ഡ്രിൽസ് ആൻഡ് എക്സസൈസസ്. ദെൻ എമർജൻസി കോണ്ടാക്ടിങ് സർവീസസ്. കോണ്ടാക്ട് സർവീസസ് ഉണ്ടല്ലോ, ഇന്റേണൽ സർവീസസ്, ടെലിഫോൺ, നമ്മൾ ഉള്ളിൽ തന്നെ ഇൻട്രാനെറ്റ് സിസ്റ്റം, വാക്കി ടോക്കീസ്, ഇതിൽ കൂടെ കോണ്ടാക്ട് ചെയ്യണം. എക്സ്റ്റേണൽ കോണ്ടാക്ടിങ് സർവീസ് ഉണ്ടല്ലോ, ഫയർ റെസ്ക്യൂ ടീം, റെഡ് ക്രോസ് ടീം, ഇങ്ങനെയുള്ള ടീമുകൾ, ഹെൽപ്പ് ലൈൻ, ഇവരെയും കോണ്ടാക്ട് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഒക്കെ നമ്മളതിൽ എന്തായിരിക്കണം? സെറ്റായിരിക്കണം. അപ്പോൾ ട്രെയിനിങ് ആൻഡ് ഇൻഫർമേഷൻ എല്ലാവർക്കും കൃത്യമായിട്ട്, വർക്കേഴ്സിന് ട്രെയിനിങ്, ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് യൂസ് ചെയ്യുന്നവർക്ക് ട്രെയിനിങ്, എല്ലാവർക്കും ട്രെയിനിങ് ഒക്കെ പ്രോപ്പറായിട്ട് കൊടുക്കും. ഇൻ ഷോർട്ട്, എമർജൻസി പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻകൂട്ടി ചെയ്യേണ്ട പ്രൊസീജിയറാണ്. അല്ലാണ്ട് ഒരു കേസ് ഓഫ് എമർജൻസി വരുമ്പോൾ ചെയ്യേണ്ട പ്രൊസീജിയറേ അല്ല.
നേരെ മറിച്ച് മുൻകൂട്ടി സെറ്റാക്കി വെച്ച് ചെയ്യേണ്ട പ്രൊസീജിയേഴ്സിന്റെ പേരാണ് എന്ത്? എമർജൻസി പ്രൊസീജിയർ. അതിലെ പോയിന്റ്സുകൾ നോക്കുക. ഏതൊക്കെയാണ് എമർജൻസി എന്ന് ഫോർസി ചെയ്യാൻ പറ്റണം, അതിനനുസരിച്ചുള്ള അലാം സെറ്റ് ചെയ്യണം, അതിനനുസരിച്ചുള്ള പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് സെറ്റ് ആക്കണം, സ്യൂട്ടബിൾ എക്യുപ്മെന്റ് എന്തൊക്കെ വേണം നോക്കണം, റെസ്പോൺസിബിൾ സ്റ്റാഫിനെ അലോക്കേറ്റ് ചെയ്യണം, മീഡിയാസിനായിട്ട് ഡീൽ ചെയ്യണം, ഡ്രിൽസ് ആൻഡ് എക്സസൈസ് ആൻഡ് എമർജൻസി കോൺടാക്ടിങ് സർവീസസ്. അപ്പൊ ഇത്രയുമാണ് എമർജൻസി പ്രൊസീജിയർ. നമ്മളുടെ ഈ എലമെന്റിന്റെ ഒരു പോർഷൻ കഴിഞ്ഞു, ഒരു യൂണിറ്റ് കഴിഞ്ഞു. എന്താണ് യൂണിറ്റ്? എമർജൻസി പ്രൊസീജിയേഴ്സ്. ക്ലിയർ അല്ലേ? എമർജൻസി പ്രൊസീജിയർ. ഇൻ കേസ് ഓഫ് എമർജൻസി ഹൗ ടു ആക്ട്. അങ്ങനെ ആക്ട് ചെയ്യുന്നതുകൊണ്ടുള്ള ഇമ്പോർട്ടൻസ് എന്താണ്, അതിന്റെ ഗുണം എന്താണെന്നുള്ള രണ്ടാമത്തെ പോർഷൻ ഞാൻ നിങ്ങളോട് പറഞ്ഞു. ദാറ്റ് ഈസ് കോൾഡ് എന്താണ്? ഫസ്റ്റ് എയ്ഡ്. ഫസ്റ്റ് എയ്ഡ്. ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാനാണ്. ഒന്ന് കൈ പൊട്ടിക്കഴിഞ്ഞാൽ ബാൻഡേജ് ഒട്ടിക്കുക. പണ്ടാണ് ഈ കമ്മ്യൂണിസ്റ്റ് പച്ച തിരുമ്പിട്ട് നമ്മൾ അതിൻ്റെ നീര്. ഇറ്റ് ഈസ് എ ഫസ്റ്റ് എയ്ഡ്. ഇത്ര ഉള്ള സംഭവം. ഫസ്റ്റ് എയ്ഡ് ഈസ് ആൻ ഇമ്മീഡിയറ്റ് മെഡിക്കൽ റെസ്പോൺസ് ടു ആൻ ഇൻസിഡന്റ്, ടു ആൻ ആക്സിഡന്റ്. ഒരു ആക്സിഡന്റിനോടുള്ള നമ്മളെ ഇമ്മീഡിയറ്റ് ആയുള്ള മെഡിക്കൽ റെസ്പോൺസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ അതിന് മെഡിക്കൽ റെസ്പോൺസിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. വളരെ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്ന ഫസ്റ്റ് എയ്ഡ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാമ്പ് കടി ഏറ്റാലുള്ള ഫസ്റ്റ് എയ്ഡ് നമ്മൾ പറയും അല്ലേ. പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ നേരെ മേലെ തൊട്ട് മേലെ നമ്മൾ എന്ത് ചെയ്യും? ഒരു കെട്ട് കെട്ടണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എത്രത്തോളം സയന്റിഫിക് ആണെന്ന് നോക്കണം. അങ്ങനെ പിന്നെ ചലിക്കാൻ പാടില്ല, വിഷം ഇത് ഉറങ്ങാൻ പാടില്ല. പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ ബ്ലഡിലേക്ക് വിഷം പെട്ടെന്ന് ഇതാവാൻ സാധ്യതയുണ്ട്. പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ടെൻഷൻ അടിക്കരുത്. പക്ഷെ എല്ലാവരും പാമ്പ് കടിയേറ്റിട്ട് ബഹുഭൂരിപക്ഷം ആൾക്കാരും മരിക്കേണ്ടത് ടെൻഷൻ അടിച്ചിട്ടുണ്ടാ. ഞങ്ങൾ ഒരു ദിവസം ഇവിടെ നമ്മളെ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ നിൽക്കുക. അപ്പോൾ പച്ചപ്പാതിരാക്ക് നമ്മളെ കൂടെ നിന്നിരുന്ന ബൈസ്റ്റാൻഡറെ പാമ്പ് കടിച്ച്. മൂപ്പര് വളരെ കൂളായിട്ട് അവിടെ ഗേറ്റിൻ്റെ അവിടെ നിന്ന് പാമ്പ് കടിയേറ്റ് രാത്രി 2 മണിക്കാണ്, 2:30 മണിക്ക് പച്ചപ്പാതിരാക്ക് നേരെ വന്ന് പുള്ളി. നേരെ വന്ന് കാഷ്വാലിറ്റി വന്ന സിസ്റ്റേഴ്സിൻ്റെ അടുത്ത് വന്നപ്പോൾ സെക്യൂരിറ്റി ഓടി വന്നിട്ട് പറഞ്ഞു, പേടിക്കണ്ടട്ടാ, കഴിഞ്ഞ ദിവസം 8 അണലിനെയാണ് ഇവിടെ തല്ലിക്കൊന്നത്. വൃത്തിയാട്ടാൻ അതോടുകൂടി പേടിയാവൂലേ മനുഷ്യന്. അങ്ങനെ നേരെ തൃശ്ശൂർ ജൂബിലി മിഷനിലാണ് ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ഉള്ളത്. ഒരു ഫോർ യുവർ ഇൻഫർമേഷൻ, പാമ്പ് കടിയേറ്റാൽ ആന്റിബയോട്ടിക്കിന് ഏറ്റവും ബെസ്റ്റ് തൃശ്ശൂർ ജൂബിലി മിഷൻ ആണ്. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ഈ മനുഷ്യനെ കൊണ്ട് ആംബുലൻസിൽ പോവാ. രാത്രി 2:30 എന്നും പറഞ്ഞു പോവാ. മൂപ്പര് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അവിടെ എത്തൂലേ, എന്താണ് അവസ്ഥ എന്നുള്ള നിലയ്ക്ക് അങ്ങനെ അവിടെ കൊണ്ട് ട്രീറ്റ് ചെയ്ത്. പേടി സത്യത്തിൽ എന്തുകൊണ്ടാണ് പാമ്പ് കടിച്ച പ്രശ്നമാണെന്ന് അറിയോ? പേടി നമ്മളുടെ രക്തസമ്മർദ്ദം കൂട്ടും, ബ്ലഡ് പ്രഷർ കൂട്ടും, പമ്പിങ് കൂട്ടും. ടക്ക് 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 എന്ന് പറഞ്ഞ വിഷം അങ്ങോട്ടും പരിപാടി തീരും. പേടിക്കണ്ടെന്ന് പറഞ്ഞാൽ പോലും പേടിയാവൂലേ. അപ്പൊ ആ വിഷയത്തിന് ഡൈവേർട്ട് ചെയ്യാൻ ബുദ്ധിയുള്ളോ? ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു മെഡിക്കൽ റെസ്പോൺസ് എടുക്കണതിനാണ് നമ്മൾ എന്തെന്ന് പറയണത്? ഫസ്റ്റ് എയ്ഡ് എന്ന് പറയണത്. കഥ മനസ്സിലായ? അപ്പോൾ ഫസ്റ്റ് എയ്ഡ് പിന്നെ ഇന്നാളെ ഒരുത്തൻ നമ്മളെ ഖത്തറിലുള്ള ഒരു ഫ്രണ്ട് തല പൊളിഞ്ഞ് തല മുഴുവൻ ചോര വന്നപ്പോൾ പറയുന്നു, എടാ ഒരു ഐഡിയ ഉണ്ട്, ഒരു പരിപാടി ഉണ്ടോ, എന്താ സംഭവം, പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം, ബ്ലഡ് നിൽക്കാൻ. ചായപ്പൊടി ഉണ്ട് ഇവിടെ, ചായപ്പൊടി ഉണ്ട്, കണ്ണൻ ദേവൻ നാട്ടിൽ നിന്ന് കൊണ്ടോ നേരെ വാരി അങ്ങോട്ട് പൊത്തിയതല്ലേ ചായപ്പൊടി. നേരെ അഹമ്മദ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ ഏത് അറാം പറഞ്ഞവനാണ്, ഏത് വൃത്തിയായിട്ടോൻ ഈ പരിപാടി ചെയ്തത്. ഇതിപ്പോ ചായപ്പൊടിയും ബ്ലഡിൽ കലർന്നിട്ട് ഞങ്ങൾ ഇതെങ്ങനെ ഇത് സ്റ്റെറിലൈസ് ചെയ്യും, ഡിസ്ഇൻഫെക്ട് ചെയ്യും? ആരാണ് ഈ പൊട്ടത്തരമൊക്കെ ചെയ്തതെന്നാണ് ചോദിച്ചത്. സോ ഫസ്റ്റ് എയ്ഡിനെ പറ്റി കൃത്യമായ ബോധ്യം കൂടി ഉണ്ടാവണം. അതെന്തൊക്കെയാണ് വേണ്ട ബോധ്യം എന്ന് നമ്മൾ വഴിയെ പറയാൻ പോകുന്നുണ്ട് കേട്ടാ. അപ്പൊ ഫസ്റ്റ് എയ്ഡ് ഈസ് ആൻ ഇമ്മീഡിയറ്റ് മെഡിക്കൽ റെസ്പോൺസ്. അപ്പൊ ഫസ്റ്റ് എയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പറയും ഫസ്റ്റ് എയ്ഡ് പ്രൊവിഷൻസ് എന്ന് പറയും. എന്തെന്ന് പറയും? ഫസ്റ്റ് എയ്ഡ് പ്രൊവിഷൻസ്. എന്തെല്ലാം ഫസ്റ്റ് എയ്ഡ് പ്രൊവിഷൻസ് ആണ് ആവശ്യം എന്ന് നോക്കാം. 3 ഫസ്റ്റ് എയ്ഡ് പ്രൊവിഷൻസ് ആണ് നമുക്ക് ആവശ്യം. 1 ഫസ്റ്റ് എയ്ഡ് ഫെസിലിറ്റീസ്, 2 ഫസ്റ്റ് എയ്ഡ് എക്യുപ്മെന്റ്സ്, 3 ഫസ്റ്റ് എയ്ഡ് പേഴ്സൺ. ഫസ്റ്റ് എയ്ഡ് പേഴ്സൺ, ഫെസിലിറ്റി, എക്യുപ്മെന്റ്, പേഴ്സൺ. ഫെസിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എല്ലായിടത്തും അങ്ങനത്തെ വലിയ ഫെസിലിറ്റി ഉണ്ടാവില്ല. വലിയ കമ്പനികളൊക്കെയാണ് ദർ ഷുഡ് ഹാവ് എ ഫസ്റ്റ് എയ്ഡ് റൂം. ഒരു സെൻട്രൽ ലൊക്കേറ്റഡ് റൂം മസ്റ്റ് ആണ്. ആ റൂമിൽ എന്തായിരിക്കണം? നല്ല വെന്റിലേഷനും കാര്യങ്ങളും എൻവിയോൺമെന്റൽ സാധനങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് ഒരു ക്ലിനിക്കൽ ചെയറും ഒക്കെ ഇട്ടിട്ട് അവിടെ എന്താ പറയുക, ഒരു ക്ലിനിക്കൽ വേസ്റ്റ് ബിന്നൊക്കെ വെച്ചിട്ട് ഉള്ളൊരു നല്ലൊരു ഫസ്റ്റ് എയ്ഡ് റൂം. ദാറ്റ് ഈസ് കോൾഡ് ഫെസിലിറ്റീസ്. ദെൻ എക്യുപ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താടാ? ഫസ്റ്റ് എയ്ഡ് ബോക്സ്. ഫസ്റ്റ് എയ്ഡ് ബോക്സ് ആണ് അല്ലേ?
ഫസ്റ്റ് എയ്ഡ് ബോക്സ്, ഇങ്ങനെ ഒരു സാധനം കണ്ടിട്ടില്ല, ഫസ്റ്റ് എയ്ഡ് ബോക്സ്. ഈ ബോക്സിനകത്ത് എന്തുണ്ടാവും? ഈ ബോക്സിനകത്ത് സ്റ്റെറിലൈസ്ഡ് ഇതുണ്ടാവും, ബാൻഡേഡ്സ് ഉണ്ടാവും, ഗ്ലൗസ് ഉണ്ടാവും, പിന്നുണ്ടാവും, മറ്റേ കോട്ടൺ ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. ഇതിങ്ങനെ കുറച്ച് ബോക്സസ് മതി ഓരോ സ്ഥലങ്ങളിൽ. പക്ഷെ വലിയ കമ്പനികളാകുമ്പോൾ അവിടെ പെട്ടെന്ന് എന്തും സംഭവിക്കാം. ആളുകൾ കുഴഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. പലതിൽ നിന്നും അവർക്ക് ഹസാർഡ് എക്സ്പോസ്ഡ് ആയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള ഒരു കമ്പനിയിൽ ഒരിക്കലും ഈ ഫസ്റ്റ് എയ്ഡ് ബോക്സ് വെച്ച് ചുണാപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. അവിടെ വേണ്ടത് ഐ വാഷ് സ്റ്റേഷൻ വേണം. എന്ത്? മുഖം കഴുകാനുള്ള ഐ വാഷ് സ്റ്റേഷൻസ് അങ്ങനെ വേണം. പിന്നെ പോരാത്തതിന് കഴുകിയ ആളെ കുളിപ്പിക്കാനുള്ള സ്ഥലം വേണം. അതാണ് എന്ത്? ഷവർ ചെയ്യാൻ പറ്റണം നമുക്ക്. ഷവർ കുളിപ്പിച്ചിട്ട് കിടത്താൻ പറ്റണം. കിടത്താനായിട്ട് എന്ത് വേണം? സ്ട്രെച്ചർ വേണം. കിടത്തിയിട്ട് പുതപ്പിക്കാൻ പറ്റണം. പുതപ്പിക്കാനായിട്ട് എന്ത് വേണം? ബ്ലാങ്കറ്റ് വേണം. എന്നിട്ട് അയാളെ വീൽ ചെയറിൽ ഇരുത്തി കൊണ്ടുപോകാൻ വേണം. അപ്പൊ വീൽ ചെയർ വേണം. അയാളെ കയ്യെങ്ങാനും മറ്റോ പൊട്ടിയാണെങ്കിൽ അത് വളയാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണം? സ്പ്ലിൻസ് എന്ന് പറയും. സ്പ്ലിൻസ് വേണം. അയാൾക്ക് CPR കൊടുക്കാനുള്ള CPR എക്യുപ്മെന്റ് വേണം. കാർഡിയോ പൾമനറി റീസസിറ്റേഷൻ, പുനരുജ്ജീവന കൃത്രിമ ശ്വാസോച്ഛ്വാസം. ഇനി ബാക്കി എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ അതും വേണം. മിനിമം ഇത്ര സാധനങ്ങളെങ്കിലും എന്ത് വേണം? ഫസ്റ്റ് എയ്ഡിന് എക്യുപ്മെന്റ് ആയിട്ട് വേണോടാ. ഫസ്റ്റ് എയ്ഡ് എക്യുപ്മെന്റ്, ഐ വാഷ്. നല്ല രസമാണ് ഇത് ഓർക്കാൻ. മുഖം കഴുകുന്നു, കുളിക്കുന്നു, കിടത്തുന്നു, പുതപ്പിക്കുന്നു, സ്ട്രെച്ചറിയാക്കുന്നു, കൊണ്ടുപോകുന്നു, വീൽ ചെയറിൽ കൊണ്ടുപോകുന്നു, കൈ സെറ്റാക്കാൻ ഇതിന്റെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റുമ്പോൾ കൈയിന് പൊട്ടിയിട്ട് കൈ സ്പ്ലിൻസ്, റീസസിറ്റേഷൻ, ശ്വാസം, ഇങ്ങനെ പലതും വേണം. റൈറ്റ്? And last point is first aid person. Who is first aid person? The one is providing the first aid is called first aid person. Can be also called as first aider. അയാളെ പറയുന്ന പേരാണ് എന്ത്? ഫസ്റ്റ് എയ്ഡർ. ഇവിടെ എനിക്ക് കുറച്ച് വിശദീകരിക്കാനുണ്ട്. ഫസ്റ്റ് എയ്ഡർ, ഫസ്റ്റ് എയ്ഡ് കൊടുക്കണ ആളാണ് ആര്? ഫസ്റ്റ് എയ്ഡർ. അയാളുടെ പരിപാടി 3 റോളാണ് അയാൾക്കുള്ളത്. പ്രധാനമായിട്ട് 3 റോളാണുള്ളത്. 3 P ആണുള്ളത്. 3 P's. പ്രിസർവ് ലൈഫ് ഒന്നാമത്തേതാണ്. എന്ത്? P എന്താണ്? പ്രിസർവ് ലൈഫ്. ലൈഫിനെ സംരക്ഷിക്കണം. അത് അയാളെ കയ്യിൽപ്പെട്ട കാര്യമൊന്നുമല്ല, മുകളിലുള്ള കാര്യമാണ്. പക്ഷെ അയാൾക്ക് കഴിയാവുന്ന രീതിയിൽ അയാൾ ലൈഫിനെ സംരക്ഷിക്കണം. അയാളെ ലൈഫിനെ എങ്ങനെയാണ് സംരക്ഷിക്കുക? പെട്ടെന്ന് ഒരാളെ പുട്ടുന്നും പറഞ്ഞ് കുഴഞ്ഞങ്ങോട്ട് വീണു. എന്താണ് അതിൽ സംഭവം? പാട്ട് പാടുന്നതിൻ്റെ ഇടയിൽ കിടക്കുന്നു, എടുത്തു വെച്ച് ഓടും നമ്മൾ. അങ്ങനെ ഓടലല്ല ഫസ്റ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ചാൽ അയാൾക്ക് കാർഡിയാക് അറസ്റ്റ് ആകാനാണ് സാധ്യത. ചിലപ്പോൾ ഹാർട്ട് അറ്റാക്ക് ആയിരിക്കുമല്ലോ. കാർഡിയാക് അറസ്റ്റ് വെച്ചാൽ ഒറ്റ സെക്കൻഡിൽ ഹാർട്ട് അങ്ങോട്ട് നിൽക്കും, പരിപാടി ഇരും. ഒറ്റ സെക്കൻഡിൽ ഹാർട്ട് നിന്ന് കഴിഞ്ഞാൽ പിന്നെ അയാളെ 10 മിനിറ്റ് കൊണ്ട് 20 മിനിറ്റ് കൊണ്ട് 50 മിനിറ്റ് കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിച്ചുള്ള കാര്യമുണ്ട്. ആ സെക്കൻഡിൽ ഹാർട്ടിന്റെ പമ്പിങ് കൊടുക്കണം. മേത്ത് കയറി കുത്തിയിരുന്നിട്ട് എന്ത് ചെയ്യണം? പിന്നെ ഇത് ചെയ്യണം, എന്താ പറയാ, CPR കൊടുക്കണം. എന്നിട്ട് ഇത് ചെയ്ത് ഇങ്ങനെ പമ്പ് ചെയ്ത് ഇവിടെ ഏകദേശം ഇവിടെ മുതൽ ഇവിടെ കണ്ടില്ലേ നമ്മൾ ഇപ്പോൾ മുതൽ ഇവിടെ വെച്ചിട്ട് ഇതിങ്ങനെ ഒരു 30 പ്രാവശ്യം നല്ല ഫാസ്റ്റിലിട്ടിട്ട് പ്രസ് ചെയ്യുക. ഓക്കെ, ഈ നല്ല ഫാസ്റ്റിലിട്ടിട്ട് എന്ത് ചെയ്യുക? പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തതിന് ശേഷം പിന്നെ ഒരു 30 പ്രാവശ്യം പ്രസ് ചെയ്തതിന് ശേഷം വായിൽ കൂടെ ഒരു പ്രാവശ്യം ശ്വാസം കൊടുക്കാം. വീണ്ടും എന്ത് ചെയ്യുക? പ്രസ് ചെയ്യുക. അപ്പോഴത്തേക്ക് ഇയാൾ കുറേശ്ശെ ഇപ്പം ഈ അടുത്ത് ഒരു പിന്നെ വളരെ റീസെൻ്റ് ആയിട്ട് ഒരു പട്ടാളക്കാരൻ പെട്ടെന്ന് അയാളെ മുന്നിൽ ഒരാൾ കുഴഞ്ഞു വീണു. അയാളൊരു ഫംഗ്ഷനിൽ പങ്കെടുക്കുകയായിരുന്നു. അയാൾ ഇത് സാധനം ചെയ്തു, ഇമ്മീഡിയറ്റ് റിക്കവറി ഉണ്ടായി. ഹോസ്പിറ്റലിൽ പോലും പോകേണ്ടൊന്നുമില്ല. അയാൾ തീർന്നു പോയതാണ്. കാർഡിയാക് അറസ്റ്റോ നാളെ പരിപാടി തീരും. ആളെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടിട്ട് കാര്യമില്ലടാ. ആ സമയത്ത് ചെയ്യാനുള്ള ചങ്കൂറ്റവും മനക്കട്ടിയും വേണം കേട്ടോ. അത് രണ്ടാമത്തെ കാര്യം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പം ഇത് ചെയ്യൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇത് ചെയ്യാൻ നമ്മൾ പ്രാക്ടിക്കലി തന്നെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം. മാനിക്യൂനുമ്പോൾ തന്നെ നമ്മൾ വേണമെങ്കിൽ ചെയ്ത് പഠിക്കണം. അപ്പം നമ്മളൊക്കെ മേത്തിരുന്ന് ചെയ്ത് നമ്മളെ പരിപാടി തീരും. കാരണം നല്ല ഇതിൽ പ്രസ് ചെയ്യേണ്ടതുണ്ട്. അപ്പം ഫസ്റ്റ് എയ്ഡറുടെ ഫസ്റ്റ് പരിപാടി പ്രിസർവ് ലൈഫാണ്. ലൈഫിന് എന്ത് ചെയ്യണം? പ്രിസർവ്. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മൾ ഈ നാടുമായി ബന്ധപ്പെട്ട് കണക്ട് നമ്മൾ മുന്നേ നമ്മളൊരു ആക്സിഡൻറ്റ് കാണുകയാണ്. ദയവായിട്ട് ആക്സിഡൻറ്റിനെ വാരിക്കോരി ചവിട്ടിക്കോരി എടുത്തിട്ട് കൊണ്ടുപോകരുത്. നേരെ മറിച്ച് വീണ് കിടക്കുന്ന ആളെ ഏതെങ്കിലും രീതിയിൽ വളരെ സേഫായിട്ടാണ് അയാൾ എന്ത് ചെയ്യേണ്ടത്? പൊക്കിയെടുത്ത് വെക്കേണ്ടത്. ചിലപ്പോൾ നമ്മൾ ഈ പൊക്കിയെടുത്ത് വെച്ചുകൊണ്ട് മാത്രം അയാൾ കാലാകാലം കിടപ്പിലാകും. കാരണം അയാളുടെ ഒരു എല്ലാം ഒടിഞ്ഞുണ്ടാവും, ഇതിങ്ങനെ ഒടിഞ്ഞുണ്ടാവും. അതിൽ അങ്ങനെ തന്നെ ഇരിക്കണമെങ്കിൽ വളരെ എളുപ്പം അത് റീജോയിൻ ചെയ്യാൻ പറ്റും. നമ്മൾ എടുക്കണ വഴി ഇത് സാമ്പാർ പരിവാവും. അതോടുകൂടി പിന്നെ ഒന്നും ചെയ്യാൻ പറ്റൂല. ഇങ്ങനെയാണ് പല ആക്സിഡന്റിൽ സംഭവിക്കുന്നത്. സോ പ്രിസർവ് ലൈഫാണ് ഒന്നാമത്തെ അയാളുടെ ഉത്തരവാദിത്തം. രണ്ടാമത്തെ അയാളുടെ ഉത്തരവാദിത്തം പ്രിവെന്റ് ഡിറ്ററിയറേഷൻ ആണ്. ഡിറ്ററിയറേഷൻ ഒന്ന് പറഞ്ഞേ. ഡിറ്ററിയറേഷൻ. നെട്ടൂരാനോടാനോടാ നിന്റെ കളി. ഡിറ്ററിയറേഷൻ. ഓക്കെ, ഡിറ്ററിയറേഷനിൽ തടയണം. ഡിറ്ററിയറേഷനെ തടയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഡിറ്ററിയറേറ്റ് എന്ന് വെച്ചാൽ കണ്ടീഷൻ വഷളാവാന്ന് പറയില്ലേ ഡോക്ടർമാരെ ഭാഷയിൽ, ആളെ കണ്ടീഷൻ മോശം ഉണ്ടാ. അപ്പം അതിൽ നിന്ന് തടയൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് ഈ ചായലപ്പൊടി ഒന്നും പൊത്തി വെക്കരുത്, അതാണ് പ്രിവെന്റ് ഡിറ്ററിയറേഷൻ. മൂന്നാമത്തതാണ് പ്രൊമോട്ട് റിക്കവറി. അയാൾ ഫസ്റ്റ് എയ്ഡ് ചെയ്തത് കൊണ്ട് ഇയാളുടെ റിക്കവറി എന്തായി ഉണ്ടാവണം, റിക്കവറിനെയാണ് ഇത് സഹായിക്കേണ്ടത്. പ്രൊമോട്ട് റിക്കവറി, പ്രിസർവ് ലൈഫ്, പ്രിവെന്റ് ഡിറ്ററിയറേഷൻ, പ്രൊമോട്ട് റിക്കവറി. ഇതാണ് ഫസ്റ്റ് എയ്ഡറുടെ ബേസിക് റെസ്പോൺസിബിലിറ്റി. അല്ലാണ്ട് പ്രിസർവ് പിന്നെ പ്രിവെന്റ് ലൈഫ് ആവരുതെന്ന് മനസ്സിലായില്ലേ. ലൈഫിനെ തടയണ ആളല്ല ഫസ്റ്റ് എയ്ഡർ, ലൈഫിനെ കൊടുക്കണ ആളാണ് ആര്, ഫസ്റ്റ് എയ്ഡർ. ക്ലിയർ ആയോ? അപ്പൊ ഫസ്റ്റ് എയ്ഡിന് വേണ്ടിയുള്ള പ്രൊവിഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നെണ്ണമാണ്: ഫെസിലിറ്റി, എക്യുപ്മെന്റ് ആൻഡ് ഫസ്റ്റ് എയ്ഡർ. അയാളുടെ റോള്, പേഴ്സന്റെ റോള്, അയാൾക്ക് ഹി മസ്റ്റ് ബി വെൽ ട്രെയിൻഡ് ആൻഡ് രജിസ്റ്റേർഡ് ഫസ്റ്റ് എയ്ഡർ ആയിരിക്കണം. നമ്മളിവിടെ ഫസ്റ്റ് എയ്ഡറിന്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കണ്ടിട്ടാ, ആവശ്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാ പറയാ, നമ്മൾ സെറ്റാക്കി തരാം ഫസ്റ്റ് എയ്ഡറിന്റെ പിന്നെ US സർട്ടിഫിക്കേഷൻ. ഓക്കെ, ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ലാസ്റ്റ് പോയിന്റ് ആണ് ഈ യൂണിറ്റിലത്തെ എന്നല്ല ഈ ചാപ്റ്ററിലത്തെ തന്നെ. നോക്കാം. ലാസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എയ്ഡ് സെറ്റ് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളെ കൺസിഡർ ചെയ്യണം. ഫസ്റ്റ് എയ്ഡ് കൺസിഡർ ചെയ്യേണ്ട പോയിന്റ്സ്. ഒരു ഓർഗനൈസേഷനിൽ ഫസ്റ്റ് എയ്ഡ് ചെയ്യാൻ പോവാം, ഫസ്റ്റ് എയ്ഡ് കൊണ്ടുവരാൻ പോവാം. അപ്പൊ എന്തെല്ലാം കാര്യങ്ങളെ പരിഗണിച്ചുകൊണ്ട് വേണം ഫസ്റ്റ് എയ്ഡ് കൊണ്ടുവരാൻ. വെറുതെ കുറെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് അവിടെ ഇവിടെ വെക്കുകയാണോ? അല്ല. വെറുതെ കുറെ ഫെസിലിറ്റി റൂം ഉണ്ടാക്കുകയാണോ? അല്ല. വെറുതെ കുറെ എക്യുപ്മെന്റ്സും കുറെ ഫസ്റ്റ് എയ്ഡേഴ്സും കൊണ്ട് വെക്കുകയാണോ? ഒരിക്കലും അല്ല. നേരെ മറിച്ച് ഒരു കമ്പനിയിൽ ഫസ്റ്റ് എയ്ഡ് ഇംപ്ലിമെന്റ് ചെയ്യാനും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോണേലും മുമ്പ് അതിൻ്റെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ എന്നുള്ള നിലക്ക് നമുക്ക് ചെയ്യാനുള്ള കൺസിഡർ ചെയ്യേണ്ട പോയിന്റ്, ഫസ്റ്റ് പോയിന്റ് ഹസാർഡ്സ് ചെക്ക് ചെയ്യണം. ഹസാർഡ്സ് പ്രസന്റ് ഇൻ ദ വർക്ക് പ്ലേസ്. ഈ വർക്ക് പ്ലേസിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഹസാർഡ് എന്താണ്? ആ ഹസാർഡിനെ തുടർന്നുള്ള ഫസ്റ്റ് എയ്ഡ് ആണ് ആവശ്യം. ചിലപ്പോൾ കട്ടിങ് ഇഞ്ചുറി ആയിരിക്കും, അതിന് പൗഡർ ഉണ്ടായിട്ട് കാര്യമില്ല. കട്ടിങ് ഇഞ്ചുറിക്ക് അതിന് പറ്റിയിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് മെഷേഴ്സ് ആണ് ആവശ്യം. ഓരോ ഇഞ്ചുറിക്ക് അനുസരിച്ചുള്ള ഹെൽത്ത് ഇഷ്യൂസ് ആയിരിക്കും, അതിനുള്ള ഫസ്റ്റ് എയ്ഡ് ആണ് ആവശ്യം. അപ്പൊ ഹസാർഡ് പ്രസന്റ് ഇൻ ദ വർക്ക് പ്ലേസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, റൈറ്റ്? രണ്ടാമത്തത് പ്രസൻസ് ഓഫ് വൾണറബിൾ പീപ്പിളിന്റെ പ്രസൻസ്. ചിലപ്പോൾ പ്രഗ്നന്റ് ലേഡി അല്ലേ, ചിലപ്പോൾ പ്രസവിച്ചാലോ, വെറുതെ പറഞ്ഞാണ്ട യങ് വർക്കർ ഉണ്ട്, അവരൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് എയ്ഡ് പിന്നെ സെറ്റ് ആക്കണം. കാരണം ഡിസേബിൾഡ് വർക്കേഴ്സിന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് എയ്ഡ്, ലോൺ വർക്കർക്ക് വേണ്ടി, ഓരോരുത്തർക്കുള്ള ഫസ്റ്റ് എയ്ഡേഴ്സ്. ഓക്കെ, അപ്പൊ അതിന്റെ അനുപാതം നോക്കണം. വൾണറബിൾ പീപ്പിളിന്റെ അനുപാതം, പ്രൊപ്പോർഷൻ കൃത്യമായിട്ട് നോക്കണം. കാരണം ഇവരിൽ നിന്ന് ഒരുപാട് ആക്സിഡന്റ് സംഭവിക്കാൻ എപ്പോഴും സാധ്യതയുണ്ട്. ആരിൽ നിന്ന്? എസ്പെഷ്യലി യങ് വർക്കറിൽ നിന്നൊക്കെ, വൾണറബിൾ പേഴ്സൺസിന്റെ. ദെൻ അടുത്തത് ജനറൽ റിസ്ക് ലെവൽ. ജനറൽ ആയിട്ട് ഈ കമ്പനിയുടെ റിസ്ക് ലെവൽ ഹൈ ആണോ, മീഡിയം ആണോ, ലോ ആണോ? ജനറൽ ആയിട്ടുള്ള ഈ കമ്പനിയുടെ റിസ്ക് ലെവൽ ഹൈ ആണോ, മീഡിയം ആണോ, ലോ ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. ജനറൽ റിസ്ക് ലെവൽ എന്ന് പറയുമ്പോൾ ഒരു ഓഫീസ്, സാധാരണ ഒരു ഓഫീസ് കുറച്ച് ഡെസ്ക്ടോപ്പ് വെച്ച് വർക്ക് ചെയ്യണ ഓഫീസിന് വല്ല റിസ്ക് ലെവൽ ഉണ്ട്? ഒന്നുമില്ലടാ, വളരെ ലോ ആണ്. അതേസമയം ഒരു ഷിപ്പ് അതെന്ത് ചെയ്യുന്നു, ഓയിൽ എക്സ്ട്രാക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ഓയിൽ കമ്പനിയുടെ ഒരു വലിയൊരു വർക്ക് ചെയ്യുന്നു, ഒരു പ്ലാറ്റ്ഫോം വർക്ക് ചെയ്യുന്നു. ഇറ്റ്സ് വെരി ക്വൈറ്റ് റിസ്കി. അവിടെ ഉള്ള ഫസ്റ്റ് എയ്ഡ് ഡിഫറെന്റ് ആണ്. അവിടെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോലും എത്തിക്കാൻ പറ്റില്ല, എയർലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ട വരും ഹെലികോപ്റ്ററിൽ. അവിടെ അടിപൊളി ചിലപ്പോൾ ഡോക്ടേഴ്സിന്റെ തന്നെ സന്നാഹങ്ങൾ ആവശ്യമാണ്. സോ ജനറൽ റിസ്ക് ലെവൽ ഈസ് ഹൈ. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ഫസ്റ്റ് എയ്ഡ്. മനുഷ്യനാൽ എന്തു സംഭവിക്കുമല്ല എനി ടൈം. ദെൻ അടുത്തത് ആക്സിഡന്റ് ഹിസ്റ്ററി. ആക്സിഡന്റിന്റെ ട്രാക്ക് റെക്കോർഡ് നോക്കിയിട്ട് വേണം ഫസ്റ്റ് എയ്ഡ് സെറ്റ് ചെയ്യാൻ. ആക്സിഡന്റ് കൂടുതലാണെങ്കിൽ ഫസ്റ്റ് എയ്ഡ് എന്താണ്, അതിനനുസരിച്ചിട്ട് കൂട്ടന്നെ വേണ്ടേ? ആ ടൈപ്പ് ഓഫ് ആക്സിഡന്റ് നോക്കിയിട്ട് നമ്മൾ കൂട്ടണ്ടേ? അതുപോലെ തന്നെ സ്പെസിഫിക് റിസ്കുകൾ ഉണ്ട്. സ്പെസിഫിക് റിസ്കുകൾ അതായത് എല്ലാം ജനറൽ റിസ്കുകളല്ല, സ്പെസിഫിക് കെമിക്കൽ ബയോളജിക്കൽ റിസ്കുകളൊക്കെ സ്പെസിഫിക് റിസ്കുകളാണ്. അതിന് ഡീൽ ചെയ്യാനായിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് ആണോ വേണ്ടത്? ഞാൻ ചോദിക്കുന്നത്, അല്ലെ ഞാൻ പറയുന്നത്, ഇവിടെ നമ്മൾ ഫസ്റ്റ് എയ്ഡിന് കൺസിഡർ ചെയ്യേണ്ട പോയിന്റ്സ് പറയുന്നത് ഏതെല്ലാം പോയിന്റുകൾ ഏതെല്ലാം കമ്പനിയിൽ അപ്ലിക്കബിൾ ആകുമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പറഞ്ഞ മനസ്സിലായില്ലേ? ദെൻ അടുത്തത് സ്പെസിഫിക് റിസ്ക് പ്ലേസ്. പിന്നെ അതുപോലെ നമ്പർ ഓഫ് വർക്കേഴ്സ് ഡെഫിനറ്റ്ലി കൺസിഡർ ചെയ്യേണ്ട സാധനമാണ്. നമ്പർ ഓഫ് വർക്കേഴ്സ്, എത്ര വർക്കേഴ്സ് ഉണ്ട്? 1500 വർക്കറുള്ള ഒരു കമ്പനിയും 10 വർക്കറുള്ള കമ്പനിയും ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. ആളുകളുടെ എണ്ണം കൂടുന്തോറും ഫസ്റ്റ് എയ്ഡേഴ്സിന്റെ
അപ്രോപ്രിയേറ്റ് അതിൻ്റെ ആ ഒരു പിന്നെന്താ പറയുക പ്രൊപ്പോർഷൻ അപ്രോപ്രിയേറ്റ്ലി കൂട്ടിക്കൊണ്ടിരിക്കണം. നമ്പർ ഓഫ് വർക്കേഴ്സ് മാത്രമല്ല, അവരുടെ വർക്ക് പാറ്റേൺസ് ആൻഡ് ഷിഫ്റ്റ് സിസ്റ്റം. അവരുടെ വർക്ക് പാറ്റേൺ എങ്ങനെയാണ്? ഷിഫ്റ്റിലാണോ അവർ വർക്ക് ചെയ്യുന്നത്? ഡേ നൈറ്റ് ഷിഫ്റ്റ് ആണോ? റോട്ട ഷിഫ്റ്റ് ആണോ? 4 ദിവസം ഓൺ 4 ദിവസം ഓഫ് അങ്ങനെയാണോ എന്നുള്ളതൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ പരിഗണിക്കണം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ മറ്റൊന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്, ജോഗ്രഫിക് ലൊക്കേഷൻ. ജോഗ്രഫിക് ലൊക്കേഷൻ നോക്കണം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ വർക്ക് പ്ലേസ് നിൽക്കുന്ന ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ തൊട്ടപ്പുറം പോയി എന്ന് പറഞ്ഞാൽ അപ്പുറത്തേക്ക് കേൾക്കണ ഒരു ഹോസ്പിറ്റൽ നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഇത്ര വലിയ സംവിധാനം ഒന്നും ഉണ്ടാക്കണ്ട. പക്ഷെ അതേസമയം നമ്മൾ വർക്ക് ചെയ്യുന്ന ഓഫ് ഷോറാണ്, ഒരു രക്ഷയുമില്ല. ഒരു ഹോസ്പിറ്റലിലെ ഡോക്ടറുള്ള ഒരു താങ്ങില്ല, ഹെലികോപ്റ്റർ വന്നെടുത്ത് പൊക്കി കൊണ്ടുപോകണം എന്നുള്ളതാണെങ്കിൽ അത്യാവശ്യം എല്ലാ സംവിധാനങ്ങളും അവിടെ ആവശ്യമാണ്. അപ്പോൾ ജോഗ്രഫിക് ലൊക്കേഷൻ ഓഫ് ദ വർക്ക് പ്ലേസ്, സ്പ്രെഡ് ഓഫ് വർക്ക് പ്ലേസിന്റെ വോളിയം എത്ര ഉണ്ട്, എത്രത്തോളം സ്പ്രെഡിലാണ് കിടക്കുന്നത്, അങ്ങനെ ഇത്രയും പോയിന്റുകളെങ്കിലും മിനിമം കൺസിഡർ ചെയ്താലേ നമുക്കൊരു ഫസ്റ്റ് എയ്ഡിനെ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലാവണ്ട? ഒരു ഫസ്റ്റ് എയ്ഡ് മെഷർ നമ്മൾ സെറ്റ് ചെയ്യാൻ നമുക്ക് ഇത്ര പോയിന്റ്സിനെങ്കിലും നമ്മൾ കൺസിഡർ ചെയ്യണമെന്ന്. മനസ്സിലായില്ലേ? അവിടെയുള്ള ഹസാർഡ്സ്, അവിടെയുള്ള ആക്സിഡന്റ് ഹിസ്റ്ററി, അവിടെയുള്ള നമ്പർ ഓഫ് വർക്കേഴ്സ്, വർക്ക് പാറ്റേൺസ് ആൻഡ് ഷിഫ്റ്റ് സിസ്റ്റം, അവിടുത്തെ ജോഗ്രഫിക് ലൊക്കേഷൻ, അവിടുത്തെ ജനറൽ റിസ്ക് ലെവൽ, അവിടുത്തെ സ്പെസിഫിക് റിസ്ക്, വൾണറബിൾ പീപ്പിൾ, ഇതെല്ലാം എന്താണ്? സ്പ്രെഡ് ഓഫ് വർക്ക് പ്ലേസ്. ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? അവിടെ ഫസ്റ്റ് എയ്ഡ് സെറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ എലമെന്റ് 3 കഴിഞ്ഞിരിക്കുന്നു. യൂണിറ്റ് 8ാമത്തതും കഴിഞ്ഞിരിക്കുന്നു. സോ ഇൻ ഷോർട്ട്, വളരെ ഷോർട്ടായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മളിതിൽ പറഞ്ഞ കാര്യങ്ങൾ, ഈ എല്ലാ പോയിന്റും നിങ്ങൾ കാണാപ്പാടം പഠിക്കും, ഒന്നും ചെയ്യേണ്ടടാ. ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ബൾബ് അങ്ങോട്ട് കത്തണം. ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുമ്പോൾ കത്താത്ത ബൾബ്, അങ്കണത്തൈമാവിൽ ആദ്യത്തെ പഴം വീഴുക എന്ന് പറയുമ്പോൾ കത്താത്ത ബൾബ്, പ്രോസ് ഷേക്സ്പിയറിന്റെ പ്രോസ് ആൻഡ് ഡ്രാമ എന്ന് പറയുമ്പോഴും, കെമിക്കൽ ഇക്വേഷൻ ഓഫ് സിങ്ക് ആൻഡ് ലെഡ് ആൻഡ് കോപ്പർ എന്ന് പറയുമ്പോഴും, ഐൻസ്റ്റീന്റെ റിലേറ്റിവിറ്റി തിയറി എന്ന് പറയുമ്പോഴും, പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുമ്പോഴും, പൈതഗോറസ് തിയറി എന്ന് പറയുമ്പോഴും, ഡിഫറൻസിയേഷൻ ഇന്റഗ്രേഷൻ എന്ന് പറയുമ്പോഴും, പോളണ്ടിന്റെ ചരിത്രം പറയുമ്പോഴും ഒന്നും കത്താത്ത ബൾബ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുമ്പോൾ കത്തനോട്, എമർജൻസി എന്ന് പറയുമ്പോൾ കത്തണം, മോറൽ എന്ന് പറയുമ്പോൾ കണ്ണി ചോരാന്ന് വരണം. പറഞ്ഞാൽ മനസ്സിലാവും. റിസ്ക് അസസ്മെന്റ് എന്ന് പറയുമ്പോൾ യെസ്, ഒരു ചായ നമ്മൾ ഊതി കുടിക്കുന്ന പോലും റിസ്ക് അസസ്മെന്റ് ആണെന്ന് പറയുന്ന ആ ഒരു ബേസിക് സാധനം ഉണ്ടല്ലോ, അതൊരു പൂ വിടരുന്നത് പോലെ വിടർന്ന് വന്നിട്ട് അതൊരു വലിയ പൂക്കാലം സമ്മാനിക്കുന്നിടത്തേക്ക് നമുക്ക് എത്താൻ സാധിക്കും. അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പിള്ളേരുകളാ ഡമോനെ നമ്മളിനെ പോഷ് പാസ്സാണ് ട്ടാ, അതിൽ യാതൊരു സംശയമില്ല. ഫുൾ പവർ, ഫുൾ ഓൺ, കാലിന്റെ അടിയിൽ നിന്ന് ഇങ്ങനെ കേറി വന്നിട്ട് അത് പൊളിക്കണം, പെട്ടക്കണം നമുക്ക്. ഓക്കെ. സോ ദാറ്റ് എലമെന്റ് 3 നമ്മൾ 8 യൂണിറ്റുകളാണ്, 55 മാർക്കിന്റെ എലമെന്റ് ആണ്ടാ തീർത്ത്. ചെറിയ കളിയല്ല, കളിക്കണ കളിയല്ല, കുളിക്കണ കൊള്ളല്ലത്, ഇത് തമാശയല്ല. ഇത് സേഫ്റ്റി കൾച്ചർ, ഇംപ്രൂവിംഗ് സേഫ്റ്റി കൾച്ചർ, ബിഹേവിയർ, സേഫ്റ്റി ബിഹേവിയർ, റിസ്ക് അസസ്മെന്റ്, മാനേജ്മെന്റ് ഓഫ് ഇമ്പാക്ട് ഓഫ് ചേഞ്ച്, സേഫ് സിസ്റ്റം ഓഫ് വർക്ക്, പെർമിറ്റീവ് വർക്ക്, ഫസ്റ്റ് എയ്ഡ്, എമർജൻസി പ്രൊസീജിയർ. ഇത് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിൽ ഒരു സാധനം ഫങ്ഷൻ, അങ്ങനെ ഫങ്ഷൻ ചെയ്ത് തുടങ്ങിയാൽ പിന്നെ സെക്കൻഡ് മുതൽ നിങ്ങൾ സേഫ്റ്റി എഞ്ചിനീയറും സീനിയർ സേഫ്റ്റി ഓഫീസറും ജൂനിയർ സേഫ്റ്റി ഓഫീസറും ഒക്കെ തന്നെയാണ്. ഇപ്പോഴെ വിശ്വസിച്ചേക്കാം, ബിലീവ് ചെയ്തേക്ക നെഞ്ചത്തടി, യെസ് ഐ ഡിഡ് മൈ ബെസ്റ്റ് ആൻഡ് ഐ ഡു മൈ ബെസ്റ്റ്, ഐ എം ഓൾവേസ് ഡൂയിങ് മൈ ബെസ്റ്റ് എന്നുള്ള ഫീലിംഗ്. നെഗറ്റിവിറ്റിനെ എടുത്ത് കളഞ്ഞോളണം കേട്ടോ. എനിക്കൊന്നും പറ്റൂല, എനിക്കത് പറ്റൂല, അയ്യോ എനിക്ക് പേടി, അത് വർത്താനായിട്ട് വരരുത്. ഓക്കെ. സോ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. നമ്മൾ അടുത്ത എലമെന്റിൽ, ലാസ്റ്റ് എലമെന്റിൽ, എലമെന്റ് 4 നമ്മൾ കാണും, ഏതാനും യൂണിറ്റുകൾ മാത്രം അകലെ. ഓക്കെ. ആൻഡ് താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. അടിച്ചു പൊളിച്ച് വീഡിയോസ് കണ്ടിട്ട് ഒന്ന് സെറ്റ് ആക്കണം കേട്ടോ. താങ്ക് യു.